നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം ഇന്നും ലോകം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഇപ്പോൾ അതാ ഇറാനുമായി മാസങ്ങളായി തുടരുന്ന സൈനിക പോരാട്ടത്തിനിടയിൽ അമേരിക്കയുടെ ആയുധപുര അക്ഷരാർത്ഥത്തിൽ എന്തായിരിക്കുന്നു? കാലിയായിരിക്കുന്നു. യുദ്ധത്തെ തുടർന്ന് അമേരിക്ക തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക ദീർഘദൂര ആക്രമണ മിസൈലുകളിൽ ഭൂരിഭാഗവും ഉപയോഗിച്ചു തീർത്തതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിരുന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായി നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളാണ് അമേരിക്കയെ അപ്രതീക്ഷിതമായ ആയുധക്ഷാമത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത്. കടുത്ത ആയുധക്ഷാമം നേരിട്ടതോടെ അമേരിക്കൻ സൈന്യത്തിന്റെ ആഗോള പ്രതിരോധ ശേഷിയെക്കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഭാവിയിൽ ചൈനയോ റഷ്യയോ ഉൾപ്പെടെയുള്ള ശക്തരായ എതിരാളികളുമായി ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധമുണ്ടായാൽ അതിനെ നേരിടാൻ അമേരിക്കൻ സൈന്യം എത്രത്തോളം സജ്ജമാണ് എന്ന സംശയമാണ് ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധർ ഉന്നയിക്കുന്നത്. നിലവിലെ മിസൈൽ ശേഖരത്തിന്റെ കുറവ് വൈറ്റ് ഹൗസിനും വൻ തലവേദനയായി മാറിയിട്ടുണ്ട്. പ്രധാനമായും കരയിൽ നിന്നും തൊടുക്കാവുന്ന തന്ത്രപ്രധാനമായ ആയുധങ്ങളായ എറ്റാകംസ്, പുതിയ തലമുറയിൽപ്പെട്ട പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലുകൾ എന്നിവയുടെ വലിയ ശേഖരമാണ് അമേരിക്ക ഇറാന് എതിരായ ആക്രമണങ്ങളിൽ ഉപയോഗിച്ചത്. അതായത് ഇവയിൽ ഭൂരിഭാഗം മിസൈലുകളും ഇപ്പോൾ തീർന്ന അവസ്ഥയിലാണ്. അമേരിക്കൻ സൈന്യത്തിന് ആൾനാശം സംഭവിക്കാതിരിക്കാൻ പൈലറ്റുള്ള യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമ അതിർത്തിയിലേക്ക് നേരിട്ട് അയക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? ഈ ദീർഘദൂര പ്രിസിഷൻ മിസൈലുകളെയാണ് ട്രംപ് ഭരണകൂടം വ്യാപകമായി ആശ്രയിച്ചിരുന്നത്. കടലിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും തൊടുക്കാവുന്ന അമേരിക്കൻ ആയുധ ശേഖരത്തിലെ ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകളിൽ പകുതിയും ഇറാൻ യുദ്ധത്തിൽ ഇതിനകം തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യാവസ്ഥ. ആക്രമണ മിസൈലുകൾക്ക് പുറമെ പ്രത്യാക്രമണങ്ങളെ ചെറുക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങളിലും വൻ കുറവുണ്ടായിട്ടുണ്ട്. എന്തായാലും പേട്രിയറ്റ് ഇന്റർസെപ്റ്ററുകളുടെ 65%, അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റമായ താഡ് മിസൈലുകളുടെ 38%-ഓളം US സൈന്യം ഇതിനകം തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു എന്നാണ് വിവിധ പ്രതിരോധ പഠന കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. മധ്യപൂർവേഷ്യൻ മേഖലയിലെ ചുമതലയുള്ള US സെൻട്രൽ കമാൻഡിന്റെ പക്കലുണ്ടായിരുന്ന മിസൈൽ ശേഖരം ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ച മട്ടാണ്. നിലവിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വിന്യസിച്ചിരുന്ന US ശേഖരത്തിൽ, അതായത് USന്റെ ആയുധ ശേഖരത്തിൽ നിന്നും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും തിടുക്കത്തിൽ മിസൈലുകൾ ഇങ്ങോട്ട് എത്തിച്ചാണ് അമേരിക്ക താൽക്കാലികമായി കാര്യങ്ങൾ മാനേജ് ചെയ്തത്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് USന്റെ പക്കൽ 2330 പേട്രിയറ്റ് മിസൈലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ജൂലൈ അവസാനത്തോടെ ഇത് 759 മുതൽ 827 ചുരുങ്ങി. അതുപോലെ 452 താഡ് മിസൈലുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ വെറും 234-നും 278-നും ഇടയിലേക്ക് കുപ്പുകുത്തി. പഴയ ശേഖരത്തിലേക്ക് തിരിച്ചെത്താൻ കുറഞ്ഞത് 2029 മധ്യത്തോടെ മാത്രമേ സാധിക്കൂ എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിനിടെ ഹോർമോസ് കടലിടുക്കിലെ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഇറാനുമേലുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇറാനിൽ തീമഴ പെയ്യിക്കുമെന്നാണ് മുൻപ് ഭീഷണിപ്പെടുത്തിയ ട്രംപിന്റെ ഈ പിന്മാറ്റം കേവലം നയതന്ത്രം മാത്രമല്ല എന്നും കടുത്ത മിസൈൽ ക്ഷാമം മുൻനിർത്തിയുള്ള കരുതലോടെയുള്ള യു-ടേൺ ആണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എങ്കിലും ആയുധക്ഷാമം സംബന്ധിച്ച മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി തള്ളിപ്പറയുകയാണ്. ലോകത്ത് മറ്റാരേക്കാളും കൂടുതൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും അമേരിക്കയുടെ പക്കലുണ്ട് എന്നും ആവശ്യത്തിൽ കൂടുതൽ കരുത്ത് രാജ്യത്തിനുണ്ട് എന്നാണ് ട്രംപിന്റെ പ്രതികരണം. നിലവിൽ US പ്രതിരോധ നിർമ്മാണ കമ്പനികൾ എക്കാലത്തെക്കാളും ഉയർന്ന നിരക്കിൽ പുതിയ മിസൈലുകൾ ഉൽപ്പാദിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും സമാന രീതിയിൽ പെന്റഗൺ വക്താവ് ഷോൺ പാർനെല്ലിനും ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിന് വേണ്ടത്ര ശേഷിയും കരുത്തും ഉണ്ട് എന്ന രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങളുടെ പക്കൽ വൻ ആയുധ ശേഖരമുണ്ട് എന്നാണ് സ്ഥാപിച്ചെടുക്കുന്നത്. ആയുധ ശേഖരം തീർന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങൾ നിർമ്മിച്ചതാണ് എന്നാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ് വ്യക്തമാക്കുന്നത്. എന്നാൽ സർക്കാരിന്റെയും പെന്റഗണിന്റെയും അവകാശവാദങ്ങൾ പ്രതിരോധ വിദഗ്ധർ പാടെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്.